ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 റിലീസായ ഏറ്റവും പുതിയ സിനിമയായ ഗർ ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ കഥയിലേക്ക് പോകാം. കഥയുടെ തുടക്കത്തിൽ തന്നെ നായകനായ റെജിമോനും കൂട്ടുകാരനായ അനസും കൂടി റെജിമോൻ്റെ രജിസ്റ്റർ മാരേജിനായി പോവുകയാണ്. രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് കാമുകിയായ രചനയെ വിളിക്കുമെങ്കിലും അവൾ ഫോൺ അറ്റൻഡ് ചെയ്യില്ല. കാമുകി ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ അവൾ തന്നെ ചതിച്ചുവെന്നോർത്ത് റെജിമോൻ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയം സിറ്റിയിലെ മറ്റൊരിടത്ത് ട്രിവാൻഡ്രം സൂവിലെ ഓഫീസറായ ഹരിദാസ് തൻ്റെ ഫാമിലിയോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഹരിദാസിൻ്റെ വൈഫായ മൃദുല ഹരിദാസിനോട് പറയും, ഇന്ന് വൈകുന്നേരം എൻ്റെ അനിയൻ്റെ പെണ്ണുകാണലുള്ളതാണ്, നിങ്ങൾ പോയ ശേഷം വേഗം വീട്ടിലേക്ക് വരണമെന്ന് പറയും. എന്നാൽ രചന രജിസ്റ്റർ ഓഫീസിൽ വരാത്ത വിഷമത്തിൽ റെജിമോനും കൂട്ടുകാരനും അടുത്തുള്ള ബാറിൽ കയറിയിരുന്ന് മദ്യപിക്കുകയാണ്. മദ്യപിക്കുന്നതിനിടയിൽ റെജിമോൻ രചനയെപ്പറ്റി ആലോചിക്കും. റെജിമോനും രചനയും വർഷങ്ങളായി പ്രണയത്തിലാണ്. റെജിമോനേക്കാളും പ്രായത്തിൽ വളരെ കുറവാണ് രചന. രചനയുടെ അച്ഛൻ ഇരവിക്കുട്ടിപ്പിള്ള ട്രിവാൻഡ്രത്തെ വലിയൊരു പാർട്ടിക്കാരനാണ്. രചന ആരോ ആയി അടുപ്പത്തിലാണെന്ന് മനസ്സിലാക്കിയ ഇരവിക്കുട്ടിപ്പിള്ള അവൾ കോളേജിലേക്ക് പോകാനായി ഒരുങ്ങുമ്പോൾ ഇന്ന് ഞാൻ നിന്നെ കോളേജിലാക്കാമെന്നും പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെ രചനയെ കോളേജിലേക്ക് കൊണ്ടാക്കുന്ന വഴിക്ക് തൻ്റെ ഗോഡൌണിലേക്ക് ഒന്ന് കയറുന്ന ഇരവിക്കുട്ടിപ്പിള്ള അവിടെ തൻ്റെ രാഷ്ട്രീയ എതിരാളിയുടെ ശിങ്കിടിയെ പിടിച്ചിട്ട് നല്ല ഇടി കൊടുക്കുകയാണ്. എന്നാൽ രചനയാകട്ടെ ഇതെല്ലാം പുറത്തു നിന്ന് കാണുന്നുമുണ്ടായിരുന്നു. അതിനുശേഷം ഇരവിക്കുട്ടിപ്പിള്ള രചനയും കൊണ്ട് കോളേജിലേക്ക് വരും. കോളേജിലെത്തിയ ശേഷം ഒരു ടാക്സി എടുത്ത് അവൾ നേരെ തൻ്റെ കാമുകനായ റെജിമോൻ്റെ അടുത്ത് വന്ന് പറയും, എൻ്റെ അച്ഛനെ എതിർത്ത് എന്നെ കല്യാണം കഴിക്കാനൊന്നും നിനക്ക് കഴിയില്ല, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, എവിടെയെങ്കിലും പോയി രജിസ്റ്റർ മാരേജ് ചെയ്ത് ഒളിച്ചോടി പോകാമെന്ന് പറയും. ഈ പഴയ കാര്യങ്ങളെല്ലാം ബാറിലിരിക്കുന്ന പാവം റെജിമോൻ ആലോചിക്കുകയാണ്. ഇതേ സമയം ഹരിദാസ് തൻ്റെ സൂവിലെ ജോലിക്കായി ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെയുള്ള മേഡം അവനോട് പറയും, സിംഹത്തിന് കൊടുക്കാനുള്ള ഇറച്ചിയിൽ നിന്നും ഇവിടുത്തെ വാച്ചർമാർ ഇറച്ചി മറിച്ച് വിൽക്കുന്നത് ഗവൺമെൻറ് അറിഞ്ഞു, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണെന്ന് മേഡം ഹരിദാസിനോട് പറയും. അതേസമയം റെജിമോനും മനസ്സും ബാറിൽ നിന്ന് അടിച്ച് സെറ്റായി പുറത്തേക്ക് വരുമ്പോൾ പോലീസിനെ കാണും. പോലീസിന്റെ കണ്ണു വെട്ടിക്കാനായി അനസ് കാർ അടുത്തുള്ള സൂവിലേക്ക് കയറ്റും. എന്നിട്ട് റെജിമോനെ കാറിലിരുത്തി അനസ് അടുത്തുള്ള ഐസ്ക്രീം ഷോപ്പിലേക്ക് പോകുമ്പോഴേക്കും റെജിമോൻ അവനോട് പറയാതെ സൂവിന്റെ ഉള്ളിലേക്ക് കയറി പോകും. ഇതേ സമയം ഹരിദാസിന്റെ വൈഫ് മൃദുല ഹരിദാസിനെ വിളിച്ചു പറയും, ഞങ്ങളൊക്കെ എൻ്റെ അനിയന്റെ പെണ്ണുകാണലിന് പോകാനായി റെഡിയായി നിൽക്കുകയാണ്, നിങ്ങൾ എത്രയും വേഗം ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയും. ഹരിദാസും മൃദുലയും സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചതെങ്കിലും മൃദുലയ്ക്ക് ഹരിദാസ് തന്നെ സ്നേഹിക്കുന്നത് കുറവാണെന്നും സ്നേഹിച്ചപ്പോൾ ഉണ്ടായിരുന്നത്ര സ്നേഹം ഇപ്പോഴില്ല എന്നും പറഞ്ഞും ഹരിദാസിനെ പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഓഫീസിൽ നിന്ന് തൻ്റെ വൈഫിൻ്റെ അനിയൻ്റെ പെണ്ണുകാണലിനായി തിരികെ വീട്ടിലേക്ക് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും ഒരു പ്രശ്നമുണ്ട് സാർ എന്ന് പറഞ്ഞ് സൂവിലെ ജോലിക്കാരൻ ഹരിദാസിനെയും കൂട്ടി സിംഹത്തിന്റെ കൂടിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് റെജിമോൻ അടിച്ച് ബോധം കെട്ട് സിംഹത്തിന്റെ കൂട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അവർ കാണുന്നത്. എന്നാൽ അപ്പോഴേക്കും സൂവിന്റെ ഹെഡായ മേഡവും അങ്ങോട്ടേക്ക് വരും. എങ്ങനെയെങ്കിലും അയാളെ രക്ഷിക്കണമെന്നും പറഞ്ഞ് മേഡം ഉടനെ തന്നെ ഫയർഫോഴ്സിനെ വിളിക്കും. റെജിമോൻ സിംഹക്കൂട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കണ്ട് കൂട്ടുകാരനായ അനസും നാട്ടുകാരും അവിടെ തടിച്ചു കൂടുമ്പോഴേക്കും ഹരിദാസും സൂവിലെ ഓഫീസേഴ്സും ചെറിയൊരു ഏണി വെച്ച് കൂട്ടിനുള്ളിലേക്ക് ഇറങ്ങി റെജിമോനെ രക്ഷിക്കാനായി വരുമ്പോൾ റെജിമോൻ അവരെ എല്ലാവരെയും ഉപദ്രവിക്കും. എന്നാൽ ഈ ശബ്ദം കേട്ട് കൂടിനുള്ളിൽ നിന്നും സിംഹം പുറത്തേക്ക് വരും. സിംഹം പുറത്തേക്ക് വരുന്നത് കണ്ട് ജീവനിൽ പേടിച്ച് ഹരിദാസ് ഏണിയിലൂടെ മുകളിലേക്ക് കയറുമ്പോഴേക്കും ആ ഏണി ഒടിഞ്ഞ് ഹരിദാസ് കൂട്ടിലേക്ക് തന്നെ വീഴും. എന്നാൽ ബോധമില്ലാത്ത റെജിമോൻ സിംഹത്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഹരിദാസ് അവനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റും. പുറത്തേക്ക് വന്ന സിംഹം അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള വെള്ളത്തൊട്ടിയിൽ വന്ന് വെള്ളം കുടിക്കും. എന്നാൽ അപ്പോഴേക്കും ഫയർഫോഴ്സ് സൂവിലേക്ക് വരുമെങ്കിലും സൂവിന്റെ കമാനം കാരണം ഫയർഫോഴ്സിന് ഉള്ളിലേക്ക് വരാൻ കഴിയില്ല. ഇതേ സമയം മൃഗശാലയിലെ വെറ്റിനറി ഡോക്ടർ അവിടെ എത്തി സിംഹത്തെ വെടിവെക്കാനുള്ള മയക്കുമരുന്ന് നോക്കുമ്പോൾ അവിടെയുള്ള മരുന്നെല്ലാം തന്നെ എക്സ്പയർഡ് ആയി പോകും. ഇനി ഇവിടെ നിന്നാൽ തനിക്ക് പണി കിട്ടുമെന്ന് മനസ്സിലായ ഡോക്ടർ സൂവിലെ മേഡം വിളിച്ചിട്ട് പോലും നിൽക്കാതെ അവിടെ നിന്ന് സ്കൂട്ടാകും. എന്നാൽ അപ്പോഴേക്കും പോലീസുകാരൻ മേഡത്തോട് വന്ന് പറയും, ഇനിയിപ്പോൾ സിംഹത്തെ മയക്കുവെടി വെക്കാൻ തമ്പി ഹിമഗിരി എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്, നമുക്ക് അയാളെ വിളിക്കാമെന്ന് പറയും. എന്നാൽ റെജിമോനെ രക്ഷിക്കാനായി വന്ന ഫയർഫോഴ്സ് അകത്തേക്ക് കയറാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സൂവിന്റെ മെയിൻ ഗേറ്റ് പൊളിച്ചോളാൻ മേഡം ഫയർഫോഴ്സുകാരോട് പറയും. എന്നാൽ ഇതേ സമയം സിംഹക്കൂട്ടിൽ ബോധമില്ലാതെ സിംഹത്തിന്റെ അടുത്തേക്ക് പോകാൻ നോക്കുന്ന റെജിമോനെ രക്ഷിക്കുന്ന ഹരിദാസിന്റെ മൊബൈൽ ഫോൺ കൂട്ടിനുള്ളിൽ വീണു പോകും. എന്നാൽ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് സിംഹം അങ്ങോട്ടേക്ക് വന്ന് ആ ഫോൺ ചവിട്ടി പൊട്ടിക്കും. ഹരിദാസിനെ വിളിക്കുന്ന മൃദുല ഹരിദാസ് മനഃപൂർവ്വം ഫോൺ കട്ട് ചെയ്തു എന്നും പറഞ്ഞ് ഹരിദാസിനെ കൂട്ടാതെ അവർ തൻ്റെ അനിയന്റെ പെണ്ണുകാണലിനായി പോകും. എന്നാൽ അപ്പോഴേക്കും റെജിമോൻ സിംഹക്കൂട്ടിലേക്ക് എടുത്തു ചാടിയത് കേരളമാകെ വലിയ വാർത്തയാവുകയും ടി വിയിലൊക്കെ ന്യൂസായി വരികയും ചെയ്യും.
അങ്ങനെ പത്രക്കാർ റെജിമോന്റെ കൂട്ടുകാരനായ അനസിന്റെ അടുത്ത് വന്ന് റെജിമോനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നാൽ ഇതേ സമയം മൃദുലയുടെ അനിയൻ പെണ്ണ് കാണാൻ വന്നത് റെജിമോന്റെ കാമുകിയായ രചനയുടെ അടുത്തേക്കാണ്. രചന തന്നെ പെണ്ണ് കാണാൻ വന്ന കാര്യം അറിഞ്ഞ് തൻ്റെ അമ്മയോട് തനിക്ക് അവനെ ഇഷ്ടമല്ല, തനിക്ക് അത്യാവശ്യമായി പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അമ്മയോട് വാശി പിടിക്കും. എന്നാൽ അപ്പോഴേക്ക് സിംഹക്കൂട്ടിലുള്ള റെജിമോനെ രക്ഷിക്കാനായി ഹരിദാസും കൂട്ടരും ഒരു പ്ലാൻ തയ്യാറാക്കുമെങ്കിൽ കള്ളു കുടിച്ച് ബോധമില്ലാത്ത റെജിമോനെ രക്ഷിക്കാൻ അവർക്ക് കഴിയില്ല. അപ്പോഴേക്കും രചനയെ പെണ്ണ് കാണാനായി മൃദുലയും അനിയനും അവരുടെ വീട്ടിലേക്ക് വന്നിരുന്നു. അങ്ങനെ രചനയും പെണ്ണ് കാണാൻ വന്ന മൃദുലയുടെ അനിയനും തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ രചന തഞ്ചത്തിൽ കോള് വിളിച്ചിട്ട് തരാമെന്നും പറഞ്ഞ് ഫോൺ വാങ്ങി റെജിമോന്റെ ഫ്രണ്ടായ അനസിനെ വിളിച്ചിട്ട് പറയും, എൻ്റെ ഫോണൊക്കെ വീട്ടിൽ പിടിച്ചു വാങ്ങി വെച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ റെജിമോനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്ത് പറ്റി എന്ന് ചോദിക്കും. അനസ് റെജിമോൻ കുടിച്ച കാര്യവും അതിനുശേഷം സിംഹക്കൂട്ടിൽ പെട്ട കാര്യവും അവളോട് പറയും. ടിവിയിലൊക്കെ ഇതിൻ്റെ ന്യൂസ് വരുന്നുണ്ടെന്നും അനസ് അവളോട് പറയും. രചന ഉടനെ തന്നെ തൻ്റെ വീട്ടിലെ TV ഓണാക്കി നോക്കുമ്പോഴേക്കും റെജിമോൻ സിംഹക്കൂട്ടിലായ ന്യൂസ് കാണും. അവൾ ഉടനെ തന്നെ തൻ്റെ സ്കൂട്ടിയും എടുത്ത് സൂവിലേക്ക് പോകും. എന്നാൽ ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന മൃദുലയും അവൻ്റെ അനിയനും മൃദുലയുടെ ഹസ്ബൻഡായ ഹരിദാസും ആ സിംഹക്കൂട്ടിൽ പെട്ട ന്യൂസ് കാണും. അവരും ഉടനെ തന്നെ അവരുടെ വണ്ടിയും എടുത്ത് സൂവിലേക്ക് പോകും. എന്നാൽ ഇതിനിടയിൽ കൂട്ടിലുള്ള സിംഹം റെജിമോന്റെ അടുത്തേക്ക് വന്ന് റെജിമോനെ അറ്റാക്ക് ചെയ്യും. എന്നാൽ അപ്പോഴേക്കും ഫയർഫോഴ്സുകാർ അങ്ങോട്ടേക്ക് വന്ന് സിംഹത്തിന് നേരെ നല്ല ഫോഴ്സിൽ വെള്ളമടിക്കുമ്പോഴേക്കും സിംഹം അവിടെ നിന്ന് ഓടി കൂട്ടിലേക്ക് പോകും. എന്നാൽ അപ്പോഴേക്കും റെജിമോന്റെ വെള്ളമടിച്ച കെട്ടെല്ലാം ഇറങ്ങിയിരുന്നു. എന്നാൽ അപ്പോഴേക്കും രചനയും ഹരിദാസിന്റെ വൈഫും മൃദുലയും സൂവിലേക്ക് എത്തിയിരുന്നു. രചന റെജിമോന്റെ കൂട്ടുകാരന്റെ അടുത്ത് വന്ന് എന്തിനാ അവൻ സൂവിലേക്ക് ചാടിയെന്ന് ചോദിക്കുമ്പോൾ അവനെ മനഃപൂർവ്വം ചതിച്ചുവെന്ന് കരുതിയാണ് അവൻ സൂവിലേക്ക് എടുത്തു ചാടിയതെന്ന് അവൻ പറയും. എന്നാൽ അപ്പോഴേക്കും കള്ളിന്റെ കെട്ടിറങ്ങിയ റെജിമോൻ ഹരിദാസിനോട് പറയും, സാർ എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കണമെന്ന്. എന്നാൽ ഇതേ സമയം രചനയുടെ അച്ഛൻ ഇരവിക്കുട്ടി പിള്ളയെ ഒരാൾ വിളിച്ച ശേഷം പറയും, നിന്റെ മകളെ പറ്റിയുള്ള ന്യൂസ് എല്ലാം വാർത്തയിൽ വരുന്നുണ്ടെന്ന് പറയും. ഉടനെ TV ഓണാക്കി നോക്കുമ്പോഴാണ് സിംഹക്കൂട്ടിലേക്ക് എടുത്തു ചാടിയ റെജിമോന്റെ കാമുകിയാണ് രചനയെന്നും രചന പൊളിറ്റീഷ്യനായ ഇരവിക്കുട്ടിയുടെ മകളാണെന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വരുന്നത് അയാൾ കാണുന്നത്. അപ്പോഴേക്കും സിംഹത്തെ മയക്കുവെടി വെക്കാനായി ഡോക്ടർ ഹിമഗിരി അവിടെ എത്തിയിരുന്നു. എന്നാൽ ഇതേ സമയം ആ സിംഹം അവർക്ക് നേരെ വീണ്ടും അറ്റാക്ക് ചെയ്യാനായി വരും. ഹിമഗിരിയുടെ മയക്കുവെടി കൊള്ളുന്നത് ഹരിദാസിനായിരുന്നു. ഹരിദാസിന് അത് കൊണ്ട ഉടനെ തന്നെ അവൻ്റെ ബോധം പോകും. എന്നാൽ സൂവിലെ മേഡം ഹിമഗിരിയോട് ചോദിക്കും, താൻ എവിടത്തെ ഡോക്ടറാണോ, തൻ്റെ വെടി കൊണ്ടത് ഹരിദാസിനാണ് എന്ന്. എന്നാൽ തനിക്ക് 2 പെഗ് അടിച്ചാൽ മാത്രമേ കൈ വിറയ്ക്കാതെ വെടിവെക്കാൻ കഴിയുള്ളൂ എന്നും പറഞ്ഞ് 2 പെഗ് അടിച്ച ശേഷം ഹിമഗിരി വീണ്ടും തൻ്റെ ഗണ്ണുമായി ആ സിംഹത്തിൻ്റെ കൂട്ടിൻ്റെ അടുത്തേക്ക് വരും. എന്നാൽ അപ്പോഴേക്കും വെടികണ്ട് ബോധം പോയ ഹരിദാസിനെയും എടുത്തുകൊണ്ട് രജിമോൻ സിംഹം കാണാതെ മറ്റൊരു സ്ഥലത്തേക്ക് വരുമ്പോഴേക്കും സിംഹമാരെ അറ്റാക്ക് ചെയ്യാനായി അവരുടെ അടുത്തേക്ക് വരും. എന്നാൽ ഇതേ സമയം തന്നെ ഡോക്ടർ ഹിമഗിരി സിംഹത്തെ വെടിവെക്കുകയും സിംഹം മയങ്ങി വീഴുകയും ചെയ്യും. സിംഹം മയങ്ങി വീണ ശേഷം അവരെ 2 പേരെയും അവിടെ നിന്ന് രക്ഷിക്കും. മയക്കുവെടി കൊണ്ട ഹരിദാസ് ബോധമില്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഹരിദാസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ അയാളുടെ വൈഫും കൂടെ കയറും. എന്നാൽ റെജിമോനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ കൂടി നിന്ന ആൾക്കാരെല്ലാം റെജിമോനെ കൂവുകയും അടിക്കാനൊരുങ്ങുകയും ചെയ്യും. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി റെജിമോനെ ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ കൂടെ രചനയും കയറും. എന്നാൽ ആംബുലൻസിൽ കയറിയ ശേഷം ഈ കോപ്രായങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയതിന് രചന റെജിമോന്റെ ചെകിടത്തൊരു നല്ല അടി കൊടുക്കും. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞുവെന്നും പറഞ്ഞ് അനസ് തിരികെ വീട്ടിലേക്ക് വരാനായി ഒരുങ്ങുമ്പോഴേക്കും രചനയുടെ അച്ഛൻ്റെ ഗുണ്ടകൾ വന്ന് അനസിനെ തട്ടിക്കൊണ്ടുപോകും. എന്നാൽ ഹരിദാസിനെയും കൊണ്ട് ഹോസ്പിറ്റലിലെത്തിയ ഹരിദാസിന്റെ വൈഫിനെ ഹരിദാസിനെ താൻ ഇത്രയും കാലം തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത് ഹരിദാസിന് തന്നെ വളരെയധികം സ്നേഹമാണെന്ന് മനസ്സിലാകും. ഇതേ സമയം അന്നത്തെ ന്യൂസിൽ രാഷ്ട്രീയക്കാരനായ ഇരവിക്കുട്ടി പിള്ളയുടെ മകളാണ് രചന എന്നും രചനയാണ് സിംഹത്തിന്റെ കൂട്ടിൽ ചാടിയ റെജിമോന്റെ കാമുകി എന്നൊക്കെ പറഞ്ഞ് ന്യൂസിൽ വലിയ വാർത്ത വരും. ഹോസ്പിറ്റലിലുള്ള റെജിമോനെ കാണാനില്ല എന്നും റെജിമോനെ തട്ടിക്കൊണ്ടു പോയത് ഇരവിക്കുട്ടി പിള്ളയാണ് എന്നും പറഞ്ഞും ന്യൂസിൽ വാർത്ത വരും. രചന തൻ്റെ അച്ഛൻ ഇരവിക്കുട്ടി പിള്ളയോട് വന്ന് ചോദിക്കും, എന്നോടുള്ള ഇഷ്ടം കാരണം അച്ഛൻ അവനെ കൊന്നുകളഞ്ഞോ എന്ന് ചോദിക്കും. ഇരവിക്കുട്ടി പിള്ള ഉടനെ തന്നെ തൻ്റെ മകനെ വിളിച്ച ശേഷം പറയും, അവൻ്റെ കൂട്ടുകാരൻ അനസിനെ വിട്ടയച്ചേക്ക്, റെജിമോനെ നമ്മളാണ് തട്ടിക്കൊണ്ടു പോയതെന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയായിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഇരവിക്കുട്ടി പിള്ളയും തൻ്റെ മകനുള്ള ഗോഡൗണിലേക്ക് ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് അവിടേക്കൊരു പോലീസ് ജീപ്പ് വരും. എന്നാൽ ആ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നത് അയാളുടെ മകൾ രചനയും റെജിമോനുമായിരുന്നു. ആംബുലൻസിൽ അവർ 2 പേരും ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവർ പ്ലാൻ ചെയ്തതാണ്, റെജിമോൻ തൽക്കാലം ഒളിവിൽ പോവുകയാണെങ്കിൽ രചനയുടെ അച്ഛനാണ് അവനെ തട്ടിക്കൊണ്ടു പോയതെന്നും പറഞ്ഞ് വലിയ ന്യൂസാകും. അങ്ങനെ അവർക്ക് കല്യാണം കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തത്. എന്നാൽ അപ്പോഴേക്കും റെജിമോനെ അടിക്കാനായി രചനയുടെ അച്ഛൻ്റെ ശിങ്കിടികൾ അങ്ങോട്ടേക്ക് വരും. റെജിമോൻ അവരെ എല്ലാവരെയും എടുത്തിട്ട് നല്ല ഇടിയിടിക്കും. രചനയുടെ അച്ഛൻ അവരുടെ 2 പേരുടെയും കല്യാണത്തിന് സമ്മതിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. ശേഷം റെജിമോൻ്റെയും രചനയുടെയും കല്യാണവും നടക്കും.
അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ആ സിംഹത്തിന് എന്തോ ഒരു അസുഖം വന്ന് അതിനെ ചികിത്സിക്കാനായി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. സിംഹത്തെ യാത്രയാക്കാനായി അവരെല്ലാവരും വരുന്ന സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി എല്ലാവരും ഒന്ന് പരിഗണിക്കണം.